സമ്മാനങ്ങളും പാരിതോഷികങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും ഇഷ്ടം പ്രകടിപ്പിക്കാനായി പരസ്പരം നൽകുന്നതാണ് സമ്മാനങ്ങൾ. സമ്മാനങ്ങൾ നൽകുന്നത് ഒരു നല്ല കാര്യമായും വ്യക്തിബന്ധങ്ങൾ നന്നാക്കുവാനും പരസ്പരം ഇഷ്ടമുണ്ടാകുവാനും കാരണമായി തീരും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണുവാൻ സാധിക്കും. തഹാജൗ, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കണം. തഹാബു, എന്നാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന പലർക്കും പ്രവാചകനാൽ കഴിയുന്ന രൂപത്തിലുള്ള സമ്മാനങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകാറുണ്ടായിരുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചും സ്വഹാബിമാർ പല നിലക്കുമുള്ള സമ്മാനങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ഏതായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അമൂല്യമായി ലഭിച്ചിട്ടുള്ള സമ്മാനം ഏത് ദിവസമായിരുന്നു കിട്ടിയത്? അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം, ഏകദേശം ആ മക്ക കാലഘട്ടത്തിന്റെ അവസാനത്തോടടുത്ത സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന അബൂ ത്വാലിബും മരണപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ വേറെയും ചില മലക്കുകൾ ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകി. അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിൻ വീണ്ടും പോയി ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനവുമായിട്ട് വരികയാണ്. ഒരു പക്ഷേ ഈ വാചകം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചരിത്രം മനസ്സിലായിട്ടുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു യാത്രക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്തു ഇസ്രാഇന്റെ തുടക്കത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മക്കയിലുള്ള മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു കൊണ്ടുപോയി. അതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നും 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി. ആ ആകാശ ലോകത്ത് വെച്ചിട്ട് അല്ലാഹു നൽകിയ സമ്മാനങ്ങളുണ്ട്. കേവലം ഒരു സമ്മാനമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു 3 സമ്മാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് വെച്ച് നൽകുകയുണ്ടായി. അല്ലാഹുവിന്റെ അടുക്കലേക്ക് പ്രവാചകനെ ഉയർത്തിയതിനു ശേഷം 7 ആകാശങ്ങൾക്കപ്പുറത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട സമ്മാനങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലമ്മാ ഉസ്രിയ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻതുഹിയ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ യാത്രയെ കുറിച്ച് പറയുകയാണ്. ആ രാപ്രയാണം ചെയ്ത സമയം മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹയുടെ ഭാഗത്തേക്ക് എത്തി. അങ്ങേ അറ്റത്തുള്ള ഇലന്തമരം എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു ഭാഗത്തേക്ക് എത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി വഉഅതിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് അല്ലാഹു 3 സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഏതാണ് ആ 3 സമ്മാനങ്ങൾ? അത് കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള സമ്മാനങ്ങളാണോ? അതല്ല, ആ പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് അവകാശപ്പെടുന്ന നമുക്ക് കൂടിയുള്ളതാണോ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിലൂടെ ആ ഒരു 3 സമ്മാനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉഅ്തിയസ്സലവാതിൽ ഖംസ്, എനിക്ക് 5 വഖത്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടക്കത്തിൽ 50 വഖ്തായിരുന്നു. എന്നാൽ പിന്നീട് അത് ചുരുക്കപ്പെട്ട് 5 വഖ്തായി. അത് നിർബന്ധമാക്കപ്പെട്ട ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രഖ്യാപനം നടത്തി. 5 വഖ്താണ് നിസ്കാരമുള്ളത്, പക്ഷേ അത് 50ന്റെ മേനിയാണ്. 5 വഖ്ത് നിർവഹിച്ചാലും 50 വഖ്തിന്റെ പ്രതിഫലം അയാൾക്കുണ്ട് എന്ന ഒരു ആശയം കൂടി പഠിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം നിർവഹിക്കുന്നവരാണ്, അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നവരാണ്. എങ്കിലും സൂചിപ്പിക്കട്ടെ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പല തട്ടിലാണ് ആളുകളുള്ളത്. തീരെ നമസ്കരിക്കാത്ത ആളുകൾ ഒരു ഭാഗത്തും, ചില ആളുകളാവട്ടെ പെരുന്നാൾ നിസ്കാരവും അതുപോലെ തന്നെ ജുമുഅ നമസ്കാരവും നിർവഹിക്കും, അത് മറ്റൊരു കാറ്റഗറി. ഇനി വേറെ ചില ആളുകളാവട്ടെ ആളുകൾക്കനുസരിച്ചുകൊണ്ട് നിസ്കരിക്കും. കൂടെയുള്ളവൻ നിസ്കരിക്കാൻ പോവില്ലേ എന്ന് ചോദിച്ചാൽ എന്നാ പോവാം. എന്നാൽ ആരും ചോദിക്കാനില്ലേ എങ്കിൽ മൊബൈലിലും നോക്കി അല്ലെങ്കിൽ വീട്ടിലും കിടന്നുറങ്ങി സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കും. ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ മാത്രം കൂടികളായി മാത്രം നമസ്കരിക്കുന്ന ആളുകൾ. വേറെ ചില ആളുകളാവട്ടെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ 5 വഖ്ത് നമസ്കരിക്കും, പക്ഷേ അത് വീട്ടിൽ വെച്ചായിരിക്കും എന്ന് മാത്രം. ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അല്ല, ഞാനും നിങ്ങളുമാകുന്ന ആളുകൾ. നമ്മുടെ ജീവിതം പരിശോധിച്ചോളി. എന്താണ് ശരിക്കും ഇസ്ലാമിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യം? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 സ്തംഭങ്ങളെ എണ്ണി. ഒരാളുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളിലാണ്. ബുനിയൽ ഇസ്ലാമു അലാ 5, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിലേതെങ്കിലും ഒന്ന് ഒരാൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ അവൻ ഇസ്ലാമില്ല. അതിൽ ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ തശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം ഇഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. നിസ്കരിക്കുക എന്നല്ല, ഖുർആനിൽ നിങ്ങൾ നിസ്കരിക്കണേ എന്നല്ല, നിസ്കാരം നിലനിർത്തണേ എന്നാണ്. അവിടെ പ്രിയപ്പെട്ടവരെ ഗൗരവമുണ്ട്. ചില ആളുകളുണ്ട്, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ആവേശം കൊണ്ട് നിസ്കാരം തുടങ്ങും. 1, 2, 3 ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകും. പിന്നെ ഏതെങ്കിലും ഒരു നിസ്കാരം നിന്നാൽ ഇനിയിപ്പോ എന്തായാലും ഇനി അടുത്തൊരു തവണ തുടങ്ങാം. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാത്ത ആളുകൾ, തുടർച്ച കിട്ടാത്ത ആളുകൾ. വേറെ ചില ആളുകളാവട്ടെ പറയുന്നത് തന്നെ നിസ്കാരത്തിന്റെ വിഷയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എന്തായാലും ഇത്ര കാലം 10-40 കൊല്ലം നിസ്കാരം ഇല്ലാതെ പോയില്ലേ, ഇനിയിപ്പോ ഞാൻ നിസ്കരിച്ചിട്ടും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നിസ്കാരം തൽക്കാലം അവിടെ നിൽക്കട്ടെ. വേറെ ചില ആളുകളാവട്ടെ എനിക്കതിനു മാത്രം പ്രായമൊന്നുമായിട്ടില്ല, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, എനിക്കിനിയും അവസരങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നിസ്കാരം തുടങ്ങണം. വേറെ ചില ആളുകളാവട്ടെ വിവാഹം ആലോചിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. കാരണം അന്വേഷണം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു ആളുടെ വിഷയത്തിലും കുറച്ചൊക്കെ ദീനീബോധമുള്ള ഏതൊരു രക്ഷിതാവും അന്വേഷിക്കും, തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ നിസ്കരിക്കുന്നവനാണോ അല്ലേ എന്നുള്ളത്. അല്ലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജനങ്ങൾക്കനുസരിച്ചു കൊണ്ടാണോ നമ്മൾ നിസ്കരിക്കേണ്ടത്? അവരുടെ തൃപ്തിക്കനുസരിച്ചാണോ നിസ്കരിക്കേണ്ടത്? നമ്മുടെ സമയവും സന്ദർഭം നോക്കിക്കൊണ്ടാണോ നിസ്കരിക്കേണ്ടത്? ഒരിക്കലുമല്ല. മറിച്ച് അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുക. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, നിങ്ങൾ പോകുന്നത് വേദം നൽകപ്പെട്ട ഒരു വിഭാഗത്തിന്റെ അടുക്കലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദുല്ലാഹി തആല. നിങ്ങൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിലേക്കാണ്. അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല, അല്ലാഹു മാത്രമാണ് തന്റെ സൃഷ്ടാവ് എന്നും
തന്റെ സംരക്ഷകനെന്നും പ്രാർത്ഥനയ്ക്ക് അള്ളാഹിനോട് മാത്രമേ കൈകൾ ഉയർത്താൻ പാടൂ എന്നുള്ള ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലേക്കാണ് നിങ്ങൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത്. ഫഇദാ അറഫൂ ദാലിക്, അതവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫഅഖ്ബിറുഹും, അവരെ നിങ്ങൾ ഉത്ബോധിപ്പിക്കണം, അവർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അന്നല്ലാഹ ഫറള അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മേൽ ഫറളാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. ഖംസ സലവാത്തിൻ ഫീ യൗമിഹിൻ വലൈലതിഹിം, രാവും പകലുമായി കൊണ്ട് 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു കൊടുക്കുക, റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചോ എന്നാൽ ഉടനെ അവന് പറഞ്ഞു കൊടുക്കണം. അവൻ വേഗം സക്കാത്ത് കൊടുക്കണമെന്നല്ല, അവൻ വേഗം ഹജ്ജ് ചെയ്യാൻ തയ്യാറാവണമെന്നല്ല, അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവൻ ഉടനെ ചെയ്യേണ്ട കാര്യമാണ്, പിന്നെ അടുത്ത വഖ്ത് മുതൽ തുടങ്ങേണ്ട കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അത്ര ഗൗരവപ്പെട്ട വിഷയം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബാക്കി ഏതൊരു കാര്യത്തിലും ചില ഇളവുകളുണ്ട്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സാമ്പത്തികമായ കഴിവില്ല എങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണ്ട, സമ്പത്ത് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഒരാൾക്ക് ശാരീരികമായ അസുഖങ്ങളുണ്ട് എങ്കിൽ അയാൾ നോമ്പെടുക്കേണ്ട, അയാൾക്ക് ഇളവുണ്ട്. ഒരാൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അയാൾ യാത്രക്കാരനാണ് എങ്കിൽ അയാൾക്ക് ഇളവുണ്ട്, നിങ്ങൾ നോമ്പെടുക്കേണ്ട, യാത്രയിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാതിരിക്കല ഉത്തമം. എല്ലാത്തിലും ഇളവുകൾ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രം ആ ഇളവില്ല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ഇളവുമില്ല. ഒരാൾ രോഗിയാണ് എന്നാൽ അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കണം. അയാൾ യാത്രക്കാരനാണ് എങ്കിൽ അയാൾക്ക് ഇളവുകളുണ്ട്. നിസ്കാരം പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ഇളവല്ല. 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്തായിട്ട് ചുരുക്കി നമസ്കരിക്കാനുള്ള ഇളവേ ഉള്ളൂ. ശത്രുക്കളുടെ മുന്നിൽ പോലും നിങ്ങൾക്കറിയോ, ഇസ്ലാമിക ചരിത്രത്തിൽ ശത്രുക്കൾ കാത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിസ്കാരത്തിനു വേണ്ടി നിൽക്കുമ്പോ നമുക്ക് യുദ്ധം തുടങ്ങാം, അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോഴാണ് ഇസ്ലാമിൽ ചില അനുവാദങ്ങൾ ലഭിക്കുന്നത്. 2 ടീമാക്കിക്കൊണ്ട് ഒരു വിഭാഗം ശത്രുക്കൾക്കെതിരെ നിൽക്കുക, രണ്ടാമത്തെ വിഭാഗം നിസ്കരിക്കുക എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ജിഹാദിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ജിഹാദ് ചെയ്യുക എന്നുള്ളത് അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ശരീരം അള്ളാഹ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ആളുകൾ, അവരോട് പോലും പറഞ്ഞത് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഗൗരവം എത്ര ഉണ്ട്? ഒരു നിലക്കും ഒഴിവാക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ലാത്ത, ഒരു നിലക്കുമില്ല. എന്നാൽ നമ്മൾ നോക്ക്, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം നോക്ക്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണോ, അന്ന് സുബഹില്ല. കാരണം തലേ ദിവസം മുഴുവൻ ഓട്ടത്തിലായിരുന്നു, അതുകൊണ്ട് എഴുന്നേൽക്കാൻ നേരം വൈകി. പിന്നെ എല്ലാവരും തിരക്കഥയായി പോയി, അതുകൊണ്ട് സുബഹില്ല. ളുഹറിന്റെ സമയത്ത്, ആ സമയത്ത് പുട്ടിയിട്ടിരിക്കുക പല ആളുകളും. അവർ അവരുടേതായ അലങ്കാരങ്ങളിലൂടെയാ, നിസ്കാരമില്ല. അസറിന്റെ സമയത്ത് അങ്ങോട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു പോകണം, അതുകൊണ്ട് അന്നുമില്ല. എല്ലാം കഴിഞ്ഞ് മഗ്രിബും ഇശായൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ അന്നത്തെ നിസ്കാരം ആലോചിക്കുന്നത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹം, വിവാഹം എന്ന അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്ന മനുഷ്യൻ അല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പ്രിയപ്പെട്ടവർ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പരിശോധിച്ചാൽ മതി. അള്ളാഹു അനുഗ്രഹങ്ങൾ തരുമ്പോഴാ നമ്മളിതൊന്നും ഇങ്ങനെ വിട്ടുപോണത്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കാനുള്ള അവസരമാണ് നിസ്കാരം എന്നുള്ളത്. നമുക്ക് സമയമല്ല, ഞാൻ തിരക്കിലാണെന്ന് പറയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എത്ര ഇതിന് സമയം വേണ്ടി വരിക? സുബഹ് നിസ്കരിക്കാൻ എത്ര സമയം? 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. ഇനി ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണോ, കുറച്ച് നീട്ടി വലിച്ചു മതിയാൽ തന്നെ 10 മിനിറ്റ്. ളുഹറിനും അസറിനും മഗ്രിബിനും ഇശായിനും ഒക്കെ കൂട്ടിയാൽ ഏകദേശം ഒരു 40 മിനിറ്റേ എല്ലാം കൂടി വേണ്ടി വരുള്ളൂ. മാക്സിമം വരുന്നത് 40 മിനിറ്റ്. വേണ്ട 1 മണിക്കൂർ കൂട്ടിക്കോ. 24 മണിക്കൂറിൽ ഒരൊറ്റ മണിക്കൂറാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആരാധനാകർമ്മം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. സക്കാത്ത് കൊല്ലത്തിലാണ് കൊടുക്കണ്ടേ, നോമ്പ് കൊല്ലത്തിലുള്ളത്, ഹജ്ജ് ആയുസ്സിൽ ഒരിക്കലും മതി. എന്നാൽ നിസ്കാരം എല്ലാ ദിവസവും ഉണ്ട്. അതിന് 5 വക്ത് സമയവും നിർണയിച്ചിട്ടുണ്ട്. നമ്മൾ നമുക്ക് തോന്നിയ സമയത്തല്ല നിസ്കരിക്കേണ്ടത്. ചില ആളുകളുണ്ട് സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങും, എന്നിട്ട് ളുഹറിന്റെ കൂടെ സുബഹി നിസ്കരിക്കുക. ഏത് ദീനിലുള്ളത്? ഏത് പ്രവാചകനാ പഠിപ്പിച്ചു തന്നത്? അങ്ങനത്തെ ഒരു നിസ്കാരമല്ല, അങ്ങനെ ഒരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരാൾ ഉറക്കത്തിൽ പെട്ടുപോയി, മനുഷ്യ സഹജമായി അയാൾ ഉറങ്ങിപ്പോയി എങ്കിൽ എപ്പോഴാണോ ഉറക്കമുണർന്നത് അപ്പം നിസ്കരിക്കണം. സ്ഥിരമായി അങ്ങനെ ഉറങ്ങുന്നവരെ കുറിച്ചല്ല പറയുന്നത്, മനുഷ്യ സഹജമായി കൊണ്ട്.
അതല്ലാതെ സുബഹി നമസ്കാരം ളുഹറിലേക്ക് മാറ്റിവെക്കുക, ളുഹറും അസറും മഗ്രിബും എല്ലാം കൂടി ഇശായിലേക്ക് മാറ്റിവെക്കുക. അങ്ങനത്തെ ഒരു സംസ്കാരം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഖത്ത് അത് 17 റക്അത്ത് എന്നല്ല പഠിപ്പിച്ചിരിക്കുന്നത്, 5 വഖത്ത് അതിൽ 17 റക്അത്ത് അതാ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കണം. നമ്മളൊരു മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഐഡന്റിറ്റിയാണ് നിസ്കാരം എന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു. നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ അത് വലിയ കുറ്റകരമായ കാര്യമാണ്, വലിയ കുറ്റകരം. ഇനി ഒരാൾ രോഗിയാണോ, അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിനാകട്ടെ, അദ്ദേഹം പറയാണ്, ഫകാനത് ബി ബവാസീർ, അദ്ദേഹത്തിന് മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അനി സ്വലാ, നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നബിയെ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യാം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലി ഖായിമ, നിന്ന് നമസ്കരിക്കണം. ഇനി ഫഇല്ലം തസ്തതി ഫഖായിദ, നിനക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയൂലേ, എന്നാ നീ ഇരുന്ന് നിസ്കരിക്കണം. ഫഇല്ലം തസ്തതി, ഇരിക്കാനും നിനക്ക് കഴിയൂലേ, ഫഅലാ ജംബിൻ, നീ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിസ്കരിക്കുക, ചെരിഞ്ഞു കിടക്കുക. ചെരിഞ്ഞു കിടന്നിട്ട് അങ്ങനെയാണോ നിനക്ക് നിസ്കരിക്കാൻ പറ്റണത്, എന്ന് അങ്ങനെ ചെയ്താൽ മതി. അവിടെ ഇസ്ലാമിൽ ഇളവില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഇളവില്ല. ഇളവുണ്ടെങ്കിൽ അവന് കാഫിറായിരിക്കും. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമില്ല. അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നിസ്കാരത്തിൽ ഇളവുണ്ട്, കുട്ടികൾക്ക് നിസ്കാരത്തിൽ ഇളവുണ്ട്. അതല്ലാത്ത ഒരാൾക്കും ഇല്ല. വകതിരിവുണ്ട്, ബുദ്ധിയുണ്ട്, മുസ്ലിമാണ്, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ നിസ്കാരം എന്നുള്ളത് നിർബന്ധമാണ്, അവന് ബോധമുണ്ടെങ്കിൽ. ഞാൻ ഇത്രയും വൈകാരികമായിട്ട് ഇത് പറയാനുള്ള കാരണം, നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഒരു പക്ഷേ അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേട്ടോ, ഇന്ന ബൈന റജുലി വബൈന ശിർകി വൽ കുഫർ തർക്കു സലാ. ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം, ഒരു മുസ്ലിമിന്റെയും മുശ്രിക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം തർക്കു സലാ, നമസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണോ ഓന് പിന്നെ ദീനിൽ സ്ഥാനമില്ല. ഈ ഒരു ഹദീസിനെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വഖത്ത് മനഃപൂർവ്വം നിർവഹിച്ചാൽ പോലും ഒരു പക്ഷേ അവൻ കാഫിറായി മാറും, മനഃപൂർവ്വം ചെയ്താൽ. അപ്പൊ സ്ഥിരമായി ഇങ്ങനെ ഒഴിവാക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? അവന്റെ പേര് മുഹമ്മദ് ആയിരിക്കാം, അബ്ദുള്ളയായിരിക്കാം, ആയിഷയായിരിക്കാം, ഖദീജയായിരിക്കാം, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവൻ കാഫിറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തിലെടുക്കണം. നമുക്ക് ജോലിയുണ്ട്, ശരിയാണ്. നമുക്ക് കുടുംബമുണ്ട്, ശരിയാണ്. നമുക്ക് യാത്രയുണ്ട്, ശരിയാണ്. നമുക്ക് ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾക്കപ്പുറത്താണ് ദീന് എന്നുള്ളത്. ആ അവസ്ഥകൾക്കപ്പുറത്താണ് അള്ളാഹിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ട് എന്ത് തിരക്കിലാണെങ്കിലും ശരി, നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒന്നുമില്ല. നിസ്കാരത്തിനാണ് പ്രാധാന്യം, നമസ്കാരത്തിനാണ് പ്രാധാന്യം. അത് ഒഴിവാക്കാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശലോകത്ത് നിന്ന് കിട്ടിയ ഒരു ആരാധനാ കർമ്മമാണത്. സക്കാത്ത് ഭൂമിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, ഹജ്ജ് ഭൂമിയിലാ പറഞ്ഞത്, നോമ്പ് ഭൂമിയിൽ നിന്നാണ് നിർബന്ധമാക്കപ്പെട്ടത്. എന്നാൽ ആകാശലോകത്ത് നിന്ന് നിർബന്ധമാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒന്നാമത്തെ സമ്മാനം 5 വക്ത് നമസ്കാരമാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു നൽകിയ രണ്ടാമത്തെ സമ്മാനം സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം അള്ളാഹു എനിക്ക് നൽകുകയുണ്ടായി. ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും സുപരിചിതമായ 2 ആയത്തുകളുണ്ട് സൂറത്തുൽ ബഖറയിൽ. അത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. നമുക്ക് പരിചയം ആമന റസൂൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആയത്ത് എന്ന നിലക്കായിരിക്കും. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന കുറച്ച് സുദീർഘമായ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടതും ആകാശലോകത്ത് വെച്ച, എവിടെ വെച്ചുകൊണ്ട്? ആകാശലോകത്ത് നിന്ന് തന്നെ അർശിന്റെ ചുവട്ടിൽ നിന്നുള്ള ഒരു കെൻസിൽ നിന്ന്, ഒരു നിധിയുടെ ഭാഗത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത്. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഉഅതീതു ഹാദിഹിൽ ആയ മിൻ ആഖിരി സൂറത്തുൽ ബഖറ മിൻ കെൻസിൻ തഹ്തിൽ അർശ്. അർശിന്റെ ചുവട്ടിലെ നിധിയുടെ ഭവനത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ഈ ഖവാതീമു സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം നൽകപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, ലം യുഅതഹ നബിയ്യുൻ ഖബലി, എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാക്കി അള്ളാഹു നൽകിയ ഒരു പ്രത്യേക സമ്മാനം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും ലഭിച്ചു. എന്താണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 ആയത്തുകളുടെ പ്രത്യേകത? ഈ 2 ആയത്തുകൾ ഒരു വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പിന്നെ പിശാച് പ്രവേശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബിഅൽഫി ആമിൻ. ആകാശലോകങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി, അൻസല മിൻഹു ആയതൈൻ ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആയത്തുകൾ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തു. എന്നിട്ട് സൂറത്തുൽ ബഖറയുടെ അവസാനത്തിലായിട്ട് അത് നൽകുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ യുഖ്റആനി ഫീ ദാരി 3 ലയാലിൻ ഫയഖ്റബുഹാ ശൈത്താനുൻ. ഒരു വീട്ടിൽ 3 ദിവസം തുടർച്ചയായി ആ 2 ആയത്തുകൾ ആര് പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ പിന്നെ പിശാച് പ്രവേശിക്കുന്നതല്ല. ആരാണ് പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ വീട്ടിൽ പിന്നെ പിശാചിന് പ്രവേശനം ഉണ്ടാവില്ല. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് ആയത്തുണ്ട്. ഇല്ല, വെറും 2 ആയത്ത്, 2 ആയത്ത്, മാക്സിമം ഒരു 10 വരികൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനഃപ്പാടമാക്കണം അത്. അതിൽ ധാരാളമായ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ വെച്ചുകൊണ്ട് ഒരാൾ കാര്യം ചോദിച്ചാൽ അയാൾക്ക് ഉത്തരമുണ്ട് എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. ഒരുപാട് റബ്ബന 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 ധാരാളമായി കൊണ്ടുള്ള പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിർവഹിക്കണം. അതുമാത്രമല്ല, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ കഫതാഹു, അതവന് മതിയായതാണ്. ആരാണോ കിടക്കുന്നതിന് മുമ്പ് ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം കഫതാഹു, അതവന് മതി. അവന്റെ പിന്നീട് അങ്ങോട്ടുള്ള സമയത്തിൽ പൈശാചികമായ സുരക്ഷ എന്ന നിലക്കും അവന്റെ നമസ്കാരത്തിലുള്ള പൂർത്തീകരണം എന്ന നിലക്കും ഒരുപാട് കാര്യങ്ങൾ ആ കഫതാഹു എന്ന പ്രയോഗത്തിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. എത്ര സമയം വേണ്ടി വരും? നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ആദ്യം ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എന്നിട്ട് ഒരു റീല് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഓണാക്കിയിട്ടുണ്ടാവുക. അത് 10, 15, 20, 30, 40 മിനിറ്റുകളോളം നീളുന്നതായിരിക്കും. എന്നാ പ്രിയപ്പെട്ടവരെ, തൽക്കാലം അതൊന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ എടുക്കുക. ഇനി അതല്ല, നമ്മുടെ ഫോണിലാണ് ഖുർആൻ ഉള്ളതെങ്കിൽ ആ ഫോണിലെ ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് 2 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. 2 മിനിറ്റ്. നമ്മൾ ഇന്നലെ നിർവഹിച്ചിരുന്നു, മിനിഞ്ഞാന്ന് നിർവഹിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ച, ഒരു മാസം നമ്മൾ എന്നത് ചൊല്ലിയിട്ടുള്ളത്? ഒരു പക്ഷെ അറിയാത്തത് കൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കി. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, ആരെങ്കിലും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഫീ ലൈലത്തിൻ, രാത്രി പാരായണം ചെയ്താൽ കഫതാഹു, അതവന് മതിയായതാണ്. അത്രയും കൃത്യമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ദിക്റുകളും ദുആകളും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഖുർആനുമായി നമുക്കൊരു ബന്ധമുണ്ടാവണം, ഖുർആനിന്റെ ആയത്തുകളുമായി ബന്ധമുണ്ടാവണം. അങ്ങനെ ഖുർആൻ ഉൾക്കൊണ്ട് അതിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട 3 സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. അതിൽ 2 സമ്മാനങ്ങൾ, ഒന്ന് 5 വക്ത് നമസ്കാരവും, രണ്ടാമത്തത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളുമാണ്.
മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു നൽകിയത് എന്ന് പറയുന്നത് ഒരു വാഗ്ദാനമാണ്. അള്ളാഹു ഒരു ഉറപ്പ് നൽകുകയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ ഉറപ്പ്? വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈഅ അൽ മുഖ്ഹിമാത്ത്. എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും യാതൊരു ശിർക്കും ചെയ്യാതെ അവൻ അള്ളാഹിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് പുറത്തു കൊടുക്കും, അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ശിർക്ക് ചെയ്യാതിരുന്നാൽ അവൻ്റെ പാപമോചനമുണ്ട്. ശിർക്ക് ചെയ്താലോ അവന് കത്തിയാളുന്ന നരകവുമുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. ഒരുപാട് തവണ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു മുന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, എന്താണ് ഈ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് അള്ള ഉണ്ട് എന്ന് പറയൽ മാത്രമല്ല ശിർക്ക്. രണ്ട് അള്ള ഉണ്ട് എന്ന് പറയൽ മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം, അള്ളാഹുവിൻ്റെ പേരോ അള്ളാഹുവിൻ്റെ ദാത്തിലോ അള്ളാഹുവിൻ്റെ സിഫാത്തിലോ അള്ളാഹുവിൻ്റെ അഫ്ആലിലോ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലോ എന്തിലെങ്കിലും വേറെ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. രണ്ടല്ല ഉണ്ട് എന്ന് പറയൽ മാത്രമല്ല, അള്ളാഹിൻ്റെ ഇന്ന കഴിവ് ഇന്ന ആൾക്കുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. അള്ളാഹു എല്ലാം അറിയുന്നവരാണ്. അൽ അലീം എന്നുള്ളത് അള്ളാഹുവാണ്. വേറെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കൊണ്ട് നമ്മൾ പറയാണ് അയാൾക്കും എല്ലാം അറിയും എന്നാണെങ്കിൽ അതിനാണ് ശിർക്ക് എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരാണ് എന്നത് അള്ളാഹിന്റെ പ്രത്യേകതയാണ്. അത് വേറെ ആർക്കെങ്കിലും ഇന്ന ആൾക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം, അതാണ് ശിർക്ക്. അതിനാണ് ശിർക്ക് എന്ന് പറയും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായി കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിട്ടുനിൽക്കുക വേണം. ശിർക്കിൻ്റെ കാര്യത്തിൽ എന്തു വന്നാലും ശരി. ഈ വിഷയം സൂചിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ശിർക്കിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ ആളുകൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ദുർബലതയുള്ള ഈമാനുള്ള ആളുകൾ അവരതിൽ പെട്ടുപോകാറുണ്ട്. അത് ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ലേ, വാപ്പാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ലേ, ഓരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോഴാണ് ഞാനത് ചെയ്തത്. എല്ലാവരും കൂടി വല്ലാതെ കുടുംബക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞപ്പോൾ ഞാനത് അനുസരിച്ചു എന്നൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളതെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ മുൻഗാമികളുടെ ജീവിതമാണ്. ദീനിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു ഇളവും അവർക്കുണ്ടാവില്ല. നിങ്ങൾക്കറിയുമോ മഹാനായ ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ? ഖാലിദ് ബിൻ വലീദ് അല്ല, ഖാലിദ് ബിൻ സഈദ്. ഒരു കാലത്ത് ഇസ്ലാമിനെതിരായിരുന്നു ഖാലിദ്. ഒരു ദിവസം ഖാലിദ് ഒരു സ്വപ്നം കാണും. ആ സ്വപ്നം ഖാലിദ് ഒരു വലിയ ഒരു കിടങ്ങിലേക്ക്, ഒരു തീക്കനലിലേക്ക് ഇങ്ങനെ ഖാലിദ് വീഴാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ആ മലയുടെ ഭാഗത്തായിക്കൊണ്ട് നിൽക്കുകയാണ്. ആ മലയുടെ താഴ്ഭാഗത്താകട്ടെ കത്തിജ്വലിക്കുന്ന തീയുണ്ട്. ഖാലിദ് ഇങ്ങനെ ആ തീയിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഒരു സ്വപ്നമാണ്. ഖാലിദ് അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നിലൂടെ ഒരാൾ വന്നിട്ട് ഖാലിദിനെ അതിലേക്ക് തള്ളിയിട. ഖാലിദ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഖാലിദിൻ്റെ സ്വന്തം വാപ്പയായ സഈദാണ്. ഖാലിദ് അതിലേക്ക് വഴുതി വീഴുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് ഖാലിദിനെ പിടിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഖാലിദ് ഒന്നുകൂടി ആ കൈയിൻ്റെ ഉടമസ്ഥനിലേക്ക് നോക്കി. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഇത് ഖാലിദ് കണ്ട ഒരു സ്വപ്നമാണ്. ഒരു സ്വപ്നം. ഈ സ്വപ്നം കണ്ടിട്ട് ഖാലിദ് നേരെ ചെല്ലുകയാണ്. ഇത് ആരോടെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് വിചാരിക്കാം. ആ പോകുന്ന വഴിയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ ഖാലിദ് അബൂബക്കറിനോട് തന്നെ ചോദിക്കാൻ തീരുമാനിച്ചു. അബൂബക്കറിനോട് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഖാലിദ്, ഇതെന്താണ് വിശദീകരിക്കാനുള്ളത്? നീ നിന്റെ വാപ്പ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കത്തിയാളുന്ന നരകത്തിലേക്കാണ് നിന്റെ വാപ്പ നിന്നെ കൊണ്ടുപോണേ. അതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചോ എന്നാൽ നിനക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ട്. ഖാലിദിനത് ബോധ്യപ്പെട്ടു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഖാലിദ് ഇബ്നു സഈദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മുസ്ലിമായി ഏതാനും നിമിഷങ്ങളായിട്ടുള്ളൂ. അദ്ദേഹം കുറച്ചു നേരം നബിൻ്റെ കൂടെ അങ്ങനെ നിന്നു. അപ്പോഴേക്ക് ആരൊക്കെയോ ഇത് മനസ്സിലാക്കി. ഖാലിദിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മകൻ മുസ്ലിമായിട്ടുണ്ട്, അവൻ പുത്തൻപാദം സ്വീകരിച്ചിട്ടുണ്ട്, അവൻ നമ്മുടെ പാരമ്പര്യം ഒഴിവാക്കിയിട്ടുണ്ട്, നമ്മുടെ കാരണവന്മാരെ കളവാക്കിയിട്ടുണ്ട്.
ഖാലിദിന്റെ വാപ്പ വല്ലാത്ത ദേഷ്യത്തിലായി. ഏതാനും സമയം ഖാലിദ് ഇങ്ങനെ നബിന്റെ കൂടെ നിന്നിട്ട് പിന്നീട് വാപ്പാന്റെ അടുത്തേക്ക് വീട്ടിക്ക് ചെല്ലുക, സ്വന്തം വീട്ടിക്ക്. ആ വീട്ടിക്ക് ചെല്ലുമ്പോൾ ഖാലിദിന്റെ വാപ്പ ഇങ്ങനെ ഉമ്മറപ്പടിയിൽ നിന്നു. എന്നിട്ട് ഖാലിദിനോട് പറയാണ്, ഖാലിദ്, നീ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഏതൊരു വിശ്വാസത്തിലാണോ ഉണ്ടായിരുന്നത് അതേ വിശ്വാസമാണ് നിനക്കുള്ളതെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ കയറാം. അതല്ല നീ വല്ല പുത്തൻവാദം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ യാതൊരു പ്രവേശനം ഉണ്ടാവില്ല. ഖാലിദ് പറഞ്ഞു, ഉപ്പാ, ഞാൻ മനസ്സിലാക്കിയത് സത്യമാണ്, ഇസ്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞാനത് സ്വീകരിക്കണം. ഉടനെ വാപ്പ പറയാണ്, എന്നാൽ ഇതാ ഇന്നു മുതൽ നിനക്കിവിടെ പ്രവേശനമില്ല, എന്റെ സമ്പത്തിൽ നിനക്കൊരു ഓഹരിയില്ല, നിനക്ക് ഈ വീട്ടിൽ ഒരു അധികാരവുമില്ല, ഞാനുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കും, ഒരു സ്വപ്നം കണ്ട് അതിൽ നിന്നും ദീനിനെ കുറിച്ച് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് മുസ്ലിമായി എല്ലാ മിനിറ്റുകൾ കൊണ്ട് നടക്കുന്ന കാര്യം, പിന്നീട് അദ്ദേഹത്തിന്റെ തൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടിയുണ്ട് സ്വന്തം വാപ്പയോട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. 10 കൊല്ലമായി, 20 കൊല്ലമായി, 30 കൊല്ലമായി, 50 കൊല്ലമായി മുസ്ലിമായി ജീവിക്കുന്നവരാ നമ്മൾ. പക്ഷേ നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉപ്പാ, നിങ്ങൾക്ക് ഇന്നെ എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തടുത്തു നിർത്താം, പക്ഷേ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും സഹായിയായിട്ടുണ്ട് എന്ന ഒരു വാക്ക്, അള്ളാഹു എനിക്ക് ഖൈർ നൽകും എന്ന വാക്ക്, ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള വാക്ക്, അതായിരുന്നു ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ദീനിനെതിരാണ് വാപ്പ എങ്കിൽ വാപ്പക്കല്ല ഇസ്ലാമിൽ സ്ഥാനം, ദീനിനാണ് സ്ഥാനം. ദീനിനെതിരാണ് സമൂഹമെങ്കിൽ ആ സമൂഹത്തിന്റെ കൂടെ നിൽക്കാനല്ല, ദീനനുസരിച്ച് നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. എങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. എന്ത് പ്രയാസമുണ്ടെങ്കിലും ശരി, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ശരി, എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാ തുശ്രിക ബില്ലാഹി ശൈഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹു നൽകുന്ന വസിയത്തിൽ കാണുവാൻ സാധിക്കും, അല്ലാ തുശ്രിക ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ യാതൊന്നിനെയും നീ പങ്കു ചേർക്കരുത്. വ ഇൻ ഖുത്തിഅത വ ഹുർരിഖത, നിന്നെ കഷ്ണം കഷ്ണമാക്കിക്കൊണ്ട് നിന്നെ അറുത്തു മാറ്റുകയാണെങ്കിലും ശരി, വ ഹുർരിഖത, നിന്നെ കത്തിച്ച് ചാമ്പലാക്കുകയാണെങ്കിലും ശരി, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. എത്ര ഗൗരവമുണ്ട് ആ വാക്ക്. മരണം മുന്നിൽ കണ്ടാലും ശരി, ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പറ്റൂല. അത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ദുനിയാവിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്, അല്ലേ? ദുനിയാവിൻ്റെ കാര്യം കിട്ടുമ്പോൾ അവിടെ നമ്മൾ ശിർക്ക് പ്രശ്നമല്ല, നമുക്ക് അവിടെ തൗഹീദ് പ്രശ്നമല്ല, അവിടെ ബിദ്അത്ത് പ്രശ്നമല്ല. കാരണം എന്താ? ദുനിയാവുമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഈ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം ഗൗരവം കൊടുത്തിട്ടുണ്ട് അതിന്. അത് കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരുടെ ചരിത്രം നോക്ക്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ മകനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ഉപദേശത്തിൽ കാണുവാൻ സാധിക്കും, ഇന്നല്ലാഹ അമറനി ബിഖംസി കലിമാത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് 5 കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. എന്നോട് കൽപ്പിച്ച 5 കാര്യങ്ങൾ ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്, നീ അത് ജനങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്നാമതായി കൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അവ്വലുഹുന്ന അൻ തഅബുദുല്ലാഹ്, അതിൽ ഒന്നാമത്തെ കാര്യം നീ അല്ലാഹനെ മാത്രം ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, അവനിൽ ഒരാളെയും നീ പങ്കു ചേർക്കരുത്, അവനിൽ ഒരാളെയും നീ പങ്കു ചേർക്കരുത്. എന്നിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം പറയാണ്, വ ഇന്ന മസല മൻ അശ്റക ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവരോട് വല്ല ബന്ധവും ശിർക്കൻ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്, ഇസ്തറാ അബ്ദൻ മിൻ ഖാലിസിൻ മിൻ മാലിഹി ബിദഹബിൻ ഔ വരിഖിൻ, ഒരു മനുഷ്യൻ തന്റെ സമ്പത്തിൽ നിന്ന് വലിയ ഒരു ഭാഗം സ്വർണം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വെള്ളി എടുത്തുകൊണ്ട് ഒരാളെ വിലക്ക് വാങ്ങി, ഒരു അടിമയെ വിലക്ക് വാങ്ങി. എന്നിട്ടോ ഫഖാല, എന്നിട്ട് ആ ഒരു അടിമയോട് പറയാണ്, ഹാദിഹി ദാരി, ഇതെന്റെ വീടാണ്, വഹാദാ അമലി, ഇത് എന്റെ അമലാണ് എന്നൊക്കെ പറഞ്ഞു. ഫഅമൽ,
എന്നിട്ട് നീ ഇന്നാലിന്ന കാര്യങ്ങളൊക്കെ ചെയ്യ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സ്വർണവും വെള്ളിയൊക്കെ കൊടുത്തിട്ട് ഒരു അടിമയെ വാങ്ങുക, എന്നിട്ട് ആ അടിമനെ കൊണ്ടുവന്നിട്ട് ഈ യജമാനൻ പറയാണ്, ഇതിന്റെ വീടാണ്, ഇതെന്റെ അമലാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ആ അടിമ അവൻ പ്രവർത്തിക്കുകയാണ്. ആർക്ക് വേണ്ടി? മറ്റൊരു യജമാനന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു അടിമയെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതാണ് സക്കരിയ നബി അലൈഹിസ്സലാം യഹ്യാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ജനങ്ങളോട് പറയാൻ വേണ്ടി പറയണത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞിരുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമാണ് ആ വാക്കുകൾ. ഈ ലോകം പടച്ചതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളെ സൃഷ്ടിച്ചതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് ജീവൻ നൽകിയതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരോട് വിളിക്കാനാ അല്ലാഹ് പറഞ്ഞത്? അല്ലാഹനെ വിളിക്കാനാ പറഞ്ഞത്. എന്നിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് അല്ലാഹു അല്ലാത്തവരുടെ പേര് നമ്മുടെ നാവിൽ വരുന്നുവെങ്കിൽ നമ്മൾ തന്നെയല്ലേ മുശ്രിക്ക്? അല്ലാഹു അല്ലാത്തവരുടെ പേര് വിളിക്കുക. അത് ബദരീങ്ങളെ എന്നാവാം, മുഹിദ്ദീൻ ഷെയ്ഖ് എന്നാവാം, ഏതെങ്കിലും ഒരു തങ്ങളുടെ പേരായിരിക്കാം, വലിയന്റെ പേരായിരിക്കാം. അവരൊക്കെ മോശമാണെന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അവരൊക്കെ അള്ളാന്റെ അടുപ്പക്കാര് തന്നെയായിരിക്കാം. പക്ഷേ അള്ളാഹ് പറഞ്ഞത് എന്താ? ഉദ്ഉനി, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കും, അള്ളാഹ് കൃത്യമായിട്ട് പറയാണ്. എന്നാൽ പലപ്പോഴും പുരോഹിതന്മാർ ഈ വാചകങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കൂല. അവരുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമെങ്കിൽ പലപ്പോഴും ജനങ്ങൾ ശിർക്കിലേക്ക് പോകണം, ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കണം. അപ്പോഴാണ് അവരുടെ വരുമാനങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഖുർആൻ പരിശോധിക്കുക. ഖുർആനിന്റെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറത്തുൻ നാസ് വരെ പരിശോധിക്കുക. അതിൽ അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എന്നിങ്ങനെ അള്ളാഹിനോടുള്ള പ്രാർത്ഥനയല്ലാതെ വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വലിയ ഒരു തർക്കവും. ഒരു വിഭാഗം പറയുന്നു അള്ളാഹിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വേറൊരു വിഭാഗം അല്ലെങ്കിൽ വേറെ കുറെ വിഭാഗങ്ങൾ പറയുന്നു അള്ളാഹിനെയും വിളിക്കുക, മറ്റുള്ളവരെയും വിളിക്കുക, നമ്മളൊക്കെ പല കാര്യങ്ങൾക്കും മുന്നേ ഇന്ന ആൾക്കാരൊക്കെ സഹായങ്ങൾ വേണം. അത് പ്രിയപ്പെട്ടവരെ ദീനല്ല. അല്ല, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്ന ഒരു വാചകം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നി, ലുഖ്മാൻ തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, വഹുവ യഅദുഹു, ഒരു ഉപദേശമായി കൊണ്ട് നൽകുകയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, എൻ്റെ പൊന്നു മോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. തൻ്റെ കുട്ടിനെ വിളിച്ചിട്ടാ പറഞ്ഞു കൊടുക്കണത്. ഒരു കുട്ടിനോട് പോലും പറയണമെന്നാ പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതേപോലുള്ള ഉപദേശങ്ങൾ. നിനക്ക് എന്ത് പ്രശ്നമുണ്ടോ നീ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇതല്ലേ, ഇതിലെന്തിനാ തർക്കിക്കേണ്ട ആവശ്യം എന്താ? ഇതിനെന്തിനാ ഒരു തർക്കത്തിന്റെ ആവശ്യം? ഇത് സ്വീകരിക്കുന്നു. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ വിളിക്കണത് എന്താ? ആരെയാ വിളിക്കണത്? അള്ളാഹിനെ വിളിക്കണത്. നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാ? അള്ളാഹിനോടാണ്. എങ്കിൽ വീടാൻ പോകുന്ന സമയത്ത് വിളിക്കേണ്ടത് ആരെയാണ്? അള്ളാഹിനെയാണ്. അതേ പറയുന്നുള്ളൂ. അത് ഒരു മുസ്ലിം സ്വീകരിക്കണം. അത് ഇസ്ലാം പഠിപ്പിച്ച സിദ്ധാന്തമാണ്. അതല്ലാത്ത ആളുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടുന്നുവെങ്കിൽ അവന്റെ പരലോകം നഷ്ടകരമായിരിക്കും, അവന്റെ ഇഹലോകം നഷ്ടകരമായിരിക്കും. എല്ലാ അർത്ഥത്തിലും നാശത്തിലും നഷ്ടത്തിലും അയാൾ പെട്ടുപോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.